Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവർക്കും good morning. വായിച്ചു നോക്കിയായിരുന്നില്ലേ PM ഉം HR തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ഡെഫിനിഷൻസ് അതൊക്കെ വായിച്ചായിരുന്നോ? റീഡ് ചെയ്തോ? എന്താ റിപ്ലൈ ഇല്ലാത്തെ? റീഡ് ചെയ്തോ ഇല്ലയോ? ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നോക്കിയാ നിങ്ങള് നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. നമ്മള് PM ഉം HR ഉം പറഞ്ഞല്ലേ, അതിനകത്ത് പേഴ്സണൽ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് ചില സവിശേഷതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില ക്വാളിറ്റീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരാളുടെ, ഒരു പേഴ്സന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് അറിവുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ലൈക്ലി be an effective advisor to top management in an organization matters, as well as being able to organize his own department. പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ള ഹോസ്പിറ്റലാണല്ലോ. ഒരു ഹോസ്പിറ്റലിന്റെ തിയറി അല്ലെങ്കിൽ അവര് എന്താ പറയാ, അവരുടെ ഒരു എയിം ഉണ്ടാകും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അപ്പൊ അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാളാകണം പേഴ്സണൽ മാനേജർ കേട്ടോ. ഹോസ്പിറ്റലിന്റെ തിയറി എന്താണോ അത് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അറിവുള്ള ഒരാളായിരിക്കണം ഈ ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ കാര്യങ്ങളിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വൈസർ ആയിട്ട് പ്രവർത്തിക്കണം. അതായത് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പ്രവർത്തിക്കുന്നതിൽ നല്ല രീതിയിലുള്ള ഒരു ഉപദേശകനായിട്ട് അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ആയിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പേഴ്സണൽ മാനേജർ പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഓർഗനൈസ് ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഹോസ്പിറ്റലിന്റെ തിയറിയെ കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. രണ്ടാമത്തേത് ഓർഗനൈസേഷന്റെ കാര്യങ്ങളിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വൈസർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. ദെൻ മൂന്നാമത്തേത് ഡിപ്പാർട്ട്മെന്റുകളെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. അപ്പൊ ആ ഒരു കുറച്ച് ലൈനിൽ 3 പോയിന്റ്സ് ആണ് ഇരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? 3 പോയിന്റ് എന്തൊക്കെയാണ്? തിയറിയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വൈസർ ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കണം. ദെൻ ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്യണം, ഒന്ന് ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, ഹി ഷുഡ് ബി റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, നോളജ് ഓഫ് റെലവെന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. അതുപോലെ തന്നെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ അറിവുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ നിയമങ്ങള്, അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ അവിടെയുള്ള ടെക്നിക്സ്, സാങ്കേതിക വിദ്യ, അതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവുള്ള വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ കേട്ടോ. എന്തിനൊക്കെയാണ്, അതായത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. കൂടാതെ ഹോസ്പിറ്റലിലെ നിയമങ്ങള്, അവിടുത്തെ പ്രൊസീജിയർ, സാങ്കേതിക വിദ്യ, ടെക്നിക്സ്, ഇതിനൊക്കെ കുറിച്ച് എന്തുണ്ടായിരിക്കണം, അത്യാവശ്യം നോളജ് ഉള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണം ഈ പേഴ്സണൽ മാനേജർ. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, he should have an ample knowledge of behavioral science.
അതായത് പെരുമാറ്റശാസ്ത്രം, അതില് എന്താ പറയാ ഏകദേശം ഒരു അറിവുണ്ടായിരിക്കുന്ന ആളായിരിക്കണം എന്നാ പറയുന്നത്. പെരുമാറ്റശാസ്ത്രം എന്ന് പറഞ്ഞാല് ആളുകളെ പഠിക്കാനുള്ള ഒരു എന്താ പറയാ സ്കില്ല്, മറ്റുള്ളവരെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആളുകളെ പഠിച്ചിട്ട് അവർക്ക് ഇന്ന ജോലി കൊടുക്കാനും അവരുടെ സ്കില്ലുകൾ അളയ്ക്കാനും ഒക്കെ എന്താണ് മെഷർ ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. എംപ്ലോയീസിന്റെ കാര്യത്തിൽ നമ്മൾ എംപ്ലോയീസിന്റെ സ്കിൽ എങ്ങനെയാണ്, അവരുടെ ടാലന്റ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും എന്ത് കൊടുക്കുക, ജോബ് കൊടുക്കുക അല്ലെ. അപ്പൊ ഇതൊക്കെ അളക്കാനുള്ള അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും കാര്യങ്ങള് ഇവർക്ക് മനസ്സിലാവണം. അവർക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് ഇന്ന സ്കില്ലുണ്ടോ, അവർക്ക് ഇന്ന ടാലന്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട എങ്ങനെയായിരിക്കണം ആ വ്യക്തി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ നേച്ചർ, അതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ. Then നാലാമത്തെ പോയിന്റ്, he must have an acute sense of social justice and be fully appreciative of the rights and the interest of the men and women at work as well as of the economic necessities of management. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചിട്ട് അറിവുള്ള ഒരാളായിരിക്കണം. ഇന്നത്തെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാല് എല്ലാ എംപ്ലോയീസും ഈക്വൽ ആണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും തുല്യ നീതിയാണ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് എങ്ങനെയാണ് ഓരോരുത്തരെയും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കാനുള്ള എന്താണ് പറയാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം പേഴ്സണൽ മാനേജർ. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. നമുക്കറിയാം ജോലി സ്ഥലത്ത്, അതായത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിനകത്ത് സ്ത്രീകൾ ഉണ്ടാവും, പുരുഷന്മാരുണ്ടാവും. ഇവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഓരോരുത്തർക്കും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവർ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് അവർക്ക് നല്ല രീതിയിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് ഉണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട് ജോലി സ്ഥലത്ത് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ ബോധവാനായിട്ടുള്ള ഒരാളായിരിക്കണം. ഇത് നൽകാനായിട്ട് ഈ ഒരു ആര് ശ്രമിക്കണം, പേഴ്സണൽ മാനേജർ ശ്രമിക്കണം. അവരുടെ റൈറ്റ്സും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് ആരാണ്, പേഴ്സണൽ മാനേജറാണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ആവശ്യകത, അതായത് ഓർഗനൈസേഷന് താല്പര്യം ഉണ്ടാവില്ല, എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഓർഗനൈസേഷന്റെ താല്പര്യം എന്താണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അത് ജോലിക്കാരെ ബോധ്യപ്പെടുത്തുകയും വേണം. ഇത്രയും വരെ പറഞ്ഞത് ക്ലിയർ ആണോ? 4 പോയിന്റ് പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അഞ്ചാമത്തെ പോയിന്റ്, he should be capable of creative thinking. ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും, അതായത് ഭയങ്കരമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നാ പറയുന്നത്. സഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടി വരാം, ആൾക്ക് പെട്ടെന്ന് തന്നെ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ടി വരാം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ ഷിഫ്റ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ കൊടുത്തെന്ന് വരാം. അപ്പോ ആവശ്യമായിട്ടുള്ള ആളുകളെ നല്ല ജോലിക്ക് അസ്യൂം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട്, അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ. നെക്സ്റ്റ് പോയിന്റ്, he should have knowledge in problem solving techniques. അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളെ സംബന്ധിച്ചോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. അയാൾക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സുകള്, തന്ത്രങ്ങള് അറിഞ്ഞിരിക്കണം കേട്ടോ. Then next, he should be capable of leadership. അതുപോലെ തന്നെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നേതൃസ്ഥാനം വഹിക്കാൻ കെൽപ്പുള്ള ഒരാളായിരിക്കണം. നമുക്കറിയാം അല്ലെ, ഈ ഒരു പേഴ്സണൽ മാനേജർ എന്നൊക്കെ പറയുന്നത് ധാരാളം ആളുകളെ സുപ്പീരിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ധാരാളം ആളുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോ അവരെന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം, ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. Next, he should be of a friendly, tactful and approachable nature. അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നയപരമായിട്ട് കാര്യങ്ങൾ ഇടപെടണം എന്നൊക്കെയാ പറയുന്നത്. എംപ്ലോയീസിനോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും. Then he should have initiative and decision
മേക്കിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അദ്ദേഹത്തിന്. സ്വയമായി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞാലോ അതിന് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then he should be able to generate trust among his colleagues. അതുപോലെ തന്നെ ജീവനക്കാരോട് വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം. അവിടെയുള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, ആ എംപ്ലോയീസിനോട് വിശ്വാസം പുലർത്തുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. Okay, then next, he should be ready to cooperate with the subordinates in times of difficulty. അതുപോലെ തന്നെ ജീവനക്കാർക്കിടയിൽ എന്തെങ്കിലും എന്താ പറയാ ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവില്ലേ ജീവനക്കാർക്കിടയിൽ, അതായത് എംപ്ലോയീസിന്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അവരെങ്കിൽ അത് എന്താ പറയാ അവര് എല്ലാവരുമായിട്ട് സഹകരിക്കാനായിട്ട് തയ്യാറായി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കീഴുദ്യോഗസ്ഥരുമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണം. എംപ്ലോയീസുമായിട്ട് ഇയാൾ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരാളായിരിക്കണം. Then last one, he should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and established personal policies of the organization. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിനും ഓർഗനൈസേഷന്റെ സ്ഥാപിത പോളിസിക്കും ആവശ്യമായിട്ട് വരുന്ന ഒരു സമയത്ത് ഫീഡ്ബാക്ക് റിസീവ് ചെയ്യണം. അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പോളിസിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള സമയത്ത് എംപ്ലോയീസിൽ നിന്നും ഫീഡ്ബാക്ക് റിസീവ് ചെയ്യേണ്ട ജോലിയും ആർക്കാണ്, പേഴ്സണൽ മാനേജർക്കാണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജറുടെ ക്യാരക്ടറിസ്റ്റിക്സ് അത്രയുമാണ് കേട്ടോ. അത്ര വലിയ കുഴപ്പമില്ല. ഇനി ഈ പേഴ്സണൽ മാനേജർക്ക് പലതരത്തിലുള്ള റോളുകളുണ്ട്. ആ റോളുകൾ നമുക്കൊന്ന് എന്താണെന്ന് നോക്കാം. അതിനകത്ത് പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഉണ്ട്. ഓക്കെ, അതിനകത്ത് ആദ്യം നമുക്ക് പേഴ്സണൽ റോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോൾ അഡ്വൈസിംഗ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓൺ ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക. ഒരു ഹോസ്പിറ്റലിലെ ജീവനക്കാരുണ്ടാവുമല്ലോ, ജീവനക്കാരെ എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് എന്നാ പറയാ, അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു മനുഷ്യ വിഭവശേഷി അവിടെയുള്ള ജോലിക്കാരെ ആവശ്യത്തിലധികം ഉപയോഗിക്കുന്നതിന് അതിന് വേണ്ടിയിട്ട് ഒരു അഡ്വൈസറി ആയിട്ട് അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് മനുഷ്യനെ ഓരോ ആളുകളെയും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു അഡ്വൈസറി അല്ലെങ്കിൽ ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളില് വരുന്നതാണ്. ഓക്കെ, രണ്ടാമത്തേത് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. എന്താണ് രണ്ടാമത്തേത് പറയുന്നത്? അതായത് മാൻ പവർ പ്ലാനിങ് ചെയ്യുക, അതായത് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും ആരുടെ റോളായിട്ട് വരുന്നതാണ്? പേഴ്സണൽ മാനേജറുടെ റോളാണ് കേട്ടോ, പേഴ്സണൽ റോളാണ്. ഓക്കെ, സി പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. അതായത് ലൈൻമെൻ എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാത്തരം സ്റ്റാഫുകളും എല്ലാ സ്റ്റാഫുകളെയും ട്രെയിൻ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അതും എന്ത് റോളാണ്? പേഴ്സണൽ റോളിൽ വരുന്നതാണ്. ലാസ്റ്റ് വൺ, മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഒരു സ്ഥാപനത്തില് കൂട്ടായി പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഇൻഡിവിജ്വൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. രണ്ട് ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഒരു സ്ഥലത്ത് നമ്മൾക്ക് കൂട്ടായിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നത് കാണാം, വേറൊരു സ്ഥലത്താണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടാസ്കുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇവരെ കൃത്യമായിട്ട് ഇവരുടെ പെരുമാറ്റം വിലയിരുത്തുക, അവരെ മെഷർ ചെയ്യുക, എങ്ങനെയാണ് ഇവരുടെ ടാലന്റ് വരുന്നത്, ഇവരുടെ സ്കിൽ എങ്ങനെയാണ് വരുന്നത്, അവർക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ജീവനക്കാർക്കിടയിൽ എത്രത്തോളം ടാലന്റ്, സ്കില്ല്, കപ്പാസിറ്റി, ഇതിന്റെ അളവ് എടുക്കുക അല്ലെങ്കിൽ അത് വിലയിരുത്തുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളായിട്ട് വരുന്നതാണ്.
ഒന്നുകൂടി പറയാം. പേഴ്സണൽ റോളില് എ പറയുന്നത് അഡ്വൈസർ ആയിട്ട് പ്രവർത്തിക്കുക, അതായത് മനുഷ്യ വിഭവശേഷി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതുള്ള ഒരു ഉപദേശകനായിട്ട്, എങ്ങനെയാണ് അതിന്റെ വിനിയോഗം എന്നതിനെ കുറിച്ച് ഒരു ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തത് മാൻ പവർ പ്ലാനിങ് നടത്തുക, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ. മൂന്നാമത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ, എല്ലാത്തരം സ്റ്റാഫുകളുടെയും ട്രെയിനിങ് ഡെവലപ്മെന്റ് നടത്തുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടുള്ള എല്ലാത്തരം ആളുകളുടെയും കേപ്പബിലിറ്റി, അതുപോലെ തന്നെ സ്കില്ല്, ടാലന്റ് എന്നിവ അളക്കുക. ഓക്കെ, ഇത്രയുമാണ് പേഴ്സണൽ റോൾ. ഇനി നമുക്ക് വെൽഫെയർ റോൾ ഒന്ന് നോക്കാം. വെൽഫെയർ റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷേമം അല്ലെ, ക്ഷേമം അല്ലെങ്കിൽ എന്താണ് ആ ഒരു വെൽഫെയർ ആയിട്ട് എന്തൊക്കെയാണ് ആ ഒരു ഇതില് പേഴ്സണൽ മാനേജർ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വഹിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. വെൽഫെയർ റോളില് ആദ്യം വരുന്നത് വ്യക്തിയുടെയും അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയും പ്രോബ്ലംസ് എന്താണെന്ന് റിസർച്ച് ചെയ്യുക. ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസ് എന്ന നിലയ്ക്ക് ആ എംപ്ലോയീസിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിനെ റിസർച്ച് ചെയ്യുക. അതിനെ റിസർച്ച് ചെയ്തത് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ ആ ഓർഗനൈസേഷന് ചില പ്രോബ്ലംസ് ഉണ്ടാകും, അതിനെ റിസർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുക. അത് പേഴ്സണൽ മാനേജറുടെ വെൽഫെയർ റോളിലാണ് വരുന്നത്. രണ്ടാമത്തത് ബി, മാനേജിങ് സർവീസസ്, ക്യാൻറ്റീൻസ്, ക്രച്ചസ് എക്സെട്ര. ചില സർവീസുകള് മാനേജ് ചെയ്യുക. എന്തൊക്കെ സർവീസ് ആണ്? ക്യാൻറ്റീൻ സർവീസ്, ഹോസ്പിറ്റലുകളിൽ ക്യാൻറ്റീൻ സർവീസ് ഉണ്ടാകും. മാത്രമല്ല ക്രച്ചസ് ഉണ്ടാവും. ക്രച്ചസ് എന്ന് പറഞ്ഞാല് ഇപ്പോ നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാര് അവരെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് സ്ഥലമില്ലാത്ത, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആരും കുഞ്ഞുങ്ങളൊക്കെ നോക്കാനായിട്ട് ഇല്ലാതെ വരുമ്പോൾ അമ്മമാരെന്ത് ചെയ്യും? ജോലി സ്ഥലത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമല്ലോ. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരെ നോക്കാനുള്ള ഒരു സംവിധാനം ഓർഗനൈസേഷനിൽ ഉണ്ടാകും. ഇപ്പൊ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും എന്തുണ്ട്? കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ നോക്കുന്നതിനുള്ള അവരുടെ പരിപാലനവുമായി ബന്ധം ടേക്ക് കെയർ പോലെ. ടേക്ക് കെയർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അങ്ങനെ കൂട്ടത്തിൽ, അതായത് അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവരവിടെ സുരക്ഷിതരായിരിക്കുള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും കേട്ടോ. അപ്പോ ക്രച്ചസ്, അതിനെയാണ് ക്രച്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് പേഴ്സണൽ മാനേജർ ആണ് കേട്ടോ. നമ്മൾ ആരുടെ ഇതാ വേണ്ടത്? പേഴ്സണൽ മാനേജറുടെ ഇത് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റുക. അയാളോട് പെർമിഷൻ ഒക്കെ ചോദിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള സൗകര്യം HR ഒരുക്കി കൊടുക്കുന്നുണ്ട്. സി പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, അതെ, സ്റ്റാഫിന്റെ കുട്ടികളെ നോക്കുന്നു മാത്രം. ദെൻ ഗ്രൂപ്പ് ഡൈനാമിക്സിൽ വരുന്നത് ഗ്രൂപ്പ് കൗൺസിലിംഗ് വരുന്നുണ്ട്, മോട്ടിവേഷൻ വരുന്നുണ്ട്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ കൗൺസിലിംഗ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക സ്റ്റാഫുകൾക്ക്, അതുപോലെ ലീഡർഷിപ്പ്, അതായത് നേതൃത്വ നിര, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്, വെൽഫെയർ റോളിൽ വരുന്നതാണ്. ഓക്കെ, കൗൺസിലിംഗും മോട്ടിവേഷൻ ഒക്കെ വരുന്നത് വെൽഫെയർ റോളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റാഫിന് എന്തെങ്കിലും ഒരു ഡൗൺ ആയി, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഫാമിലി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ പേഴ്സണൽ മാനേജർ സഹായിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ വെൽഫെയർ റോളാണ്. ഓക്കെ, അടുത്തത് ക്ലറിക്കൽ റോളാണ്. ക്ലറിക്കൽ റോളിൽ വരുന്നത് ടൈം കീപ്പിംഗ് ആണ്, അതായത് സമയം കറക്റ്റ് ആയിട്ട് പാലിക്കല്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓരോ എംപ്ലോയീസ് എന്ത് ചെയ്യണം? സമയം കൃത്യമായിട്ട് പാലിക്കണം അല്ലെ. അതായത് ഓരോ എംപ്ലോയീസിനും എന്തുണ്ടാവും? ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഒരു സമയം ഉണ്ടാവും അല്ലെ, ഒരു ഇത്ര മണിക്കൂർ അവരുടെ ജോലി ഉണ്ടാവും. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ക്ലറിക്കൽ റോളിൽ വരുന്ന, അല്ലെങ്കിൽ പേഴ്സണൽ മാനേജറുടെ ക്ലറിക്കൽ റോളിലാണ് വരുന്നത്. രണ്ടാമത്തത് സാലറി ആൻഡ് വേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റൻസീവ്സ്, അതായത് എംപ്ലോയീസിന്റെ സാലറി, അവരുടെ എന്താ പറയാ ഇന്റൻസീവ്, അതായത് ഇന്റൻസീവും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. കൂടുതൽ വേതനം കൂടാതെ, നമ്മുടെ സാലറി കൂടാതെ നമുക്ക് മറ്റു പല പാക്കേജുകളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലറിക്കൽ റോളിലാണ് വരുന്നത്.
അതുപോലെ തന്നെ സി മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു. എത്തരത്തിലുള്ള റെക്കോർഡുകളാണ്? നമ്മളിപ്പോ ഒരു ജോലിക്ക് പോയാല് നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ബോണ്ടുകൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നത് പേഴ്സണൽ മാനേജറാണ് കേട്ടോ. ഡി പറയുന്നത് ഹ്യൂമൻ എഞ്ചിനീയറിംഗ് മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും ചില സ്റ്റാഫുകൾക്ക് ചില മെഷീൻസ് ഉണ്ടാവും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അസ്യൂം ചെയ്ത് കൊടുക്കുക. ഇന്ന സ്റ്റാഫുകൾക്ക് ഇന്ന മെഷീൻ പ്രവർത്തിപ്പിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അത് എത്ര പേർക്കാണ് അത് അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ആരൊക്കെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പേഴ്സണൽ മാനേജറാണ്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? പേഴ്സണൽ റോള് പറഞ്ഞു, വെൽഫെയർ റോള് പറഞ്ഞു, ക്ലറിക്കൽ റോള് പറഞ്ഞു. ഓക്കെ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ. ഇനി അടുത്തത് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ആണ്. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ ഈ ഒരു റോള് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ്, അതായത് ഫൈറ്റ് ചെയ്യുക, എല്ലാവർക്കും വേണ്ടി ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂട്ടായി നിന്ന് തീരുമാനം എടുക്കുക, അങ്ങനെയുള്ള ഒരു റോളിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള പോയിന്റ്സ് വായിച്ചാൽ എന്തായാലും നമുക്ക് ക്ലിയർ ആകും. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിൽ ആദ്യം വരുന്നത് ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് ആണ്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക. തൊഴിലാളികൾക്കിടയിൽ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറാണ്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അതുപോലെ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. എംപ്ലോയീസിന്റെ ഇടയിലായാലും അല്ലെങ്കിൽ എംപ്ലോയീസ് മാനേജ്മെന്റ് തമ്മിലായാലും ചില തർക്കങ്ങൾ ഉണ്ടാകാം. സാലറിയുടെ കാര്യത്തിലോ, ഇൻഡസ്ട്രിയുടെ കാര്യത്തിലോ, ഇൻസെന്റീവിന്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അങ്ങനെയൊക്കെ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് സെറ്റിൽ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു പേഴ്സണൽ മാനേജറാണ്. ദെൻ ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതുപോലെ തന്നെ അച്ചടക്ക നടപടികൾ കൈകാര്യം ചെയ്യുക. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഒത്തുതീർപ്പാക്കുക, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഇന്ന കാര്യം ചെയ്യുക, ഇന്ന നിയമം പാലിക്കുക. അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ പണിഷ്മെന്റ് കാര്യങ്ങള്, ചിലവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? പണിഷ്മെന്റ് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസിപ്ലിനറി ആക്ഷനിലാണ് വരുന്നത്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്? പേഴ്സണൽ മാനേജറാണ്. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ്, അതുപോലെ ബാർഗെയിൻ ചെയ്യുക. എന്താണ് ബാർഗെയിൻ ചെയ്യുക? വിലപേശുക അല്ലെ. അതായത് എംപ്ലോയീസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ സാലറിക്ക് വേണ്ടിയിട്ട്, അവരുടെ മറ്റ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ വിലപേശുന്നത്, മാനേജ്മെന്റിനോട് ബാർഗെയിൻ ചെയ്യുന്നത് പേഴ്സണൽ മാനേജറാണ്. അപ്പൊ നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട സാലറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ്? പേഴ്സണൽ മാനേജറെ സമീപിക്കാവുന്നതാണ്. അദ്ദേഹം എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണ്ടല്ലോ ഇനി, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ടേബിൾ കേട്ടോ. ചോദിക്കാം പേഴ്സണൽ റോളിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം, വെൽഫെയർ റോളിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം, ക്ലറിക്കൽ റോൾ എന്താണ്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്താണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഒരു മേജർ ആയിട്ടുള്ള പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് എങ്ങനെയാണ് അവർ ആളുകളെ കൈകാര്യം ചെയ്യുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ് പ്രക്രിയ എങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്നാണ് ആ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ് ആണ്. നേതൃത്വ നിര അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാല് നേതൃത്വ പ്രക്രിയ എന്ന് പറയും മലയാളത്തില്. involves in influencing the individual and group behavior towards the achievements of organization goals. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വ്യക്തിയുടെയും ഗ്രൂപ്പിന്റെയും പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. അതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ ലക്ഷ്യങ്ങൾ അവർക്ക് നേടണമെങ്കിൽ
അവരെന്ത് ചെയ്യണം, അവിടെയുള്ള എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. എംപ്ലോയീസിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഓർഗനൈസേഷന് ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ പ്രധാനമായിട്ടും അവരുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഇവരെന്താ ചെയ്യുന്നത്, ഈ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുമ്പോൾ അവര് ആളുകളെ കറക്റ്റ് ആയിട്ട് എന്താണ്, അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഇതാണ്, നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ലക്ഷ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അപ്പോ അതിന് വേണ്ടിയിട്ട് ആളുകളെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ഇവിടെ അവര് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് കേട്ടോ. അതായത് ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തുല്യ പരിഗണനയാണുള്ളത്. അതായത് ഒരു കൂട്ടം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആരെയും അവിടെ ആർക്കും പ്രയോജിച്ച് കൊടുക്കുന്നില്ല, ആരെയും ഡൗൺ ആക്കുന്നില്ല, മറിച്ച് എല്ലാവരും ഈക്വൽ ആയിട്ട് കാണുന്നു. എല്ലാവർക്കും ജോലിക്കനുസരിച്ച് ന്യായമായിട്ടുള്ള പ്രതിഫലവും ഫെയർ ആയിട്ടുള്ള കോമ്പൻസേഷനും നൽകുന്നുണ്ട്. ഓക്കെ, then task specialization process എന്ന് പറഞ്ഞാല് consistent division of the total task into individual tasks. അതായത് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് മൊത്തം ടാസ്കുകളെ ഇൻഡിവിജ്വൽ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് മൊത്തം ജോലിയെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അസ്യൂം ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതാണ് അവിടെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല് ആളുകൾ, അതായത് ഓർഗനൈസേഷന് ഒരു ലക്ഷ്യം, ലീഡർഷിപ്പ് പ്രോസസ് ആണെന്ന് കൂടി പറയാൻ ഞാൻ, ഓർഗനൈസേഷനിൽ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും തുല്യ പരിഗണന, എല്ലാവർക്കും ന്യായമായിട്ടുള്ള സാലറി, കോമ്പൻസേഷൻ. അതുപോലെ തന്നെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാല് മൊത്തം ജോലിയെ ആളുകൾക്ക് ഓരോ റോള് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മൊത്തം ജോലി എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സ്റ്റാഫിംഗ് പ്രോസസ് ഒന്ന് നോക്കാം കേട്ടോ. സ്റ്റാഫിംഗ് പ്രോസസ് ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിംഗ്, ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് അപ്ലിക്കൻസ്, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, ട്രാൻസ്ഫേഴ്സ്, പ്രൊമോഷൻസ് ആൻഡ് ഡിമോഷൻസ്. എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ്? എന്തൊക്കെയാണ് HR-ലെ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം മാൻ പവർ പ്ലാനിംഗ് ആണ്. എന്താണ് മാൻ പവർ പ്ലാനിംഗ്? എന്താണ് നമ്മൾ കുറെ നേരമായി മാൻ പവർ പ്ലാനിംഗ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? എന്താണ് മാൻ പവർ പ്ലാനിംഗ്? ഒന്ന് കമന്റ് ചെയ്തേ അറിയാവുന്നവരുണ്ടെങ്കിൽ. വാട്ട് ഈസ് മീൻ ബൈ മാൻ പവർ പ്ലാനിംഗ്? ഇതുവരെ കേട്ടിട്ടില്ലേ മാൻ പവർ പ്ലാനിംഗ്? ആരും പറയുന്നില്ല. ഓക്കെ, ഒന്ന് കുറിച്ച് വെക്കാം കേട്ടോ. ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് കുറിച്ച് വെക്കാം. The process determine people and what type of people needed. അതായത് how many the process determine how many people and what type of people. അതാണ് മാൻ പവർ പ്ലാനിംഗ്. അതായത് ഇതൊരു പ്രോസസ് ആണ്. അതായത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മാൻ പവർ പ്ലാനിംഗ് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തില് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എത്ര ആളുകളെ ആവശ്യമുണ്ട്, ഏത് ടൈപ്പ് ആളുകളെയാണ് ആ സ്ഥാപനത്തിന് ആവശ്യം എന്ന് നിശ്ചയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു പ്രോസസ്സിനെയാണ് മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്ഥാപനത്തില് എത്ര ആളുകൾ വേണം. ദ പ്രോസസ് ഡിറ്റർമൈൻ ഹൗ മെനി പീപ്പിൾ എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. പ്രോസസ് ഡിറ്റർമൈൻ അങ്ങനെ ഒന്നും എഴുതി വെക്കണ്ട, വളരെ ഷോർട്ട് ആയിട്ട് മാത്രം എഴുതി വെക്കുക. ഹൗ മെനി പീപ്പിൾ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ. ഒരു സ്ഥാപനത്തില് എത്ര ആളുകൾ വേണം,
അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആളുകളെയാണ് അവരുടെ ജോലിക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാൻ പവർ പ്ലാനിങ്. ഓക്കെ, ഇതാണ് മാൻ പവർ പ്ലാനിങ്ങിന്റെ മീനിങ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഹൗ മെനി പീപ്പിൾ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? മാൻ പവർ പ്ലാനിങ് രണ്ട് ഉത്തരവാണുള്ളത്. ഒന്ന് ഹൗ മെനി പീപ്പിൾ, രണ്ടാമത്തത് വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ, ഏത് തരത്തിലുള്ള ആളുകളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ദാറ്റ് ഈസ് മാൻ പവർ പ്ലാനിങ്. Then second one, developing source of recruitment. Staffing പ്രോസസ്സിൽ വരുന്ന മറ്റൊരു ഇതാണ് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എന്താണ് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ മീനിങ് വരിക? റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. എന്തൊക്കെ സോഴ്സ് ആയിരിക്കും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാവുക? നിങ്ങളൊന്ന് പറഞ്ഞറിയാൻ പറ്റുമല്ലോ. ഏതൊക്കെ സോഴ്സിലൂടെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുക ആളുകളെ? അതാണ് അതിന്റെ മീനിങ് കേട്ടോ. ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്. അതായത് ആളുകളെ എങ്ങനെയൊക്കെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുക? റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി നമ്മൾ എന്ത് ചെയ്യും? ഏജൻസി വഴി റിക്രൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എന്ത് ചെയ്യാം? നമ്മൾ ഒരു ഓർഗനൈസേഷനിലെ ആളുകളെ നമുക്ക് എടുക്കാം അല്ലെ, ജോലിക്ക് എടുക്കാം. അതുപോലെ തന്നെ ജോബ് ഫെയർ നടത്താം. നേരിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, ജോബ് ഫെയർ നടത്താം. അപ്പൊ ഇതൊക്കെ സോഴ്സ് ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ ഏജൻസീസ് വഴി ആളുകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി, ജോബ് ഫെയർ വഴി, സോഷ്യൽ മീഡിയ വഴി അല്ലെ. സോഷ്യൽ മീഡിയ ഒക്കെ വഴി എന്താണ് നമ്മൾ ധാരാളം അറിയുന്നില്ലേ? ജോലിയുടെ ചാൻസസ് ഒക്കെ നമ്മൾ അറിയുന്നില്ല, ഓപ്പർച്യൂണിറ്റീസ് അറിയുന്നില്ല. അങ്ങനെയല്ലേ നമ്മൾ ജോലിക്കായിട്ട് ചെല്ലുന്നത്? പത്രങ്ങളിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സോഴ്സ് ഓഫ് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ മാൻ പവർ പ്ലാനിങ് പറഞ്ഞു. രണ്ടാമത്തത് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, അതായത് സോഷ്യൽ മീഡിയ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഫെയർ, അതുപോലെ തന്നെ ഏജൻസീസ് വഴി. ഓക്കെ, അടുത്തത് അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാല് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കാൻഡിഡേറ്റ്സിന്റെ സ്കിൽസും എക്സ്പീരിയൻസും മെഷർ ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇവാലുവേറ്റ് കാൻഡിഡേറ്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. Evaluate candidates' skills and experience. Evaluate candidates' skills and experience. Okay. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാല് ആളുകളുടെ സ്കിൽ അളക്കുക അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അളക്കുക. അതുപോലെ തന്നെ ഗുഡ് ഫിറ്റ് ഫോർ ദ ജോബ്, അവര് ഈ ജോബിന് ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്. നെക്സ്റ്റ് വൺ, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്. എംപ്ലോയ്മെന്റ് ഡിസിഷൻസിൽ എന്താണ് വരിക? അതായത് എംപ്ലോയീസിനെതിരെയുള്ള ആക്ഷനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പെട്ടെന്ന് തന്നെ ഒരാളെ പ്രൊമോട്ട് ചെയ്യുക, അതായത് പ്രൊമോഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ആളെ ടെർമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സാലറി സെറ്റ് ചെയ്യുക, സെറ്റിംഗ് സാലറി, അതുപോലെ തന്നെ അസ്യൂം ജോബ്, വർക്ക് ഷിഫ്റ്റ്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? എംപ്ലോയ്മെന്റ് ഡിസിഷൻസിൽ വരുന്നതാണ് കേട്ടോ. ഒന്നും കൂടി പറയാം ഞാൻ. എംപ്ലോയ്മെന്റ് ഡിസിഷനിൽ വരുന്നത് എംപ്ലോയീസിനെതിരെ എടുക്കുന്ന ആക്ഷൻ ആണ്. അത് ചിലപ്പോൾ പ്രൊമോഷൻ ആകാം, അല്ലെങ്കിൽ ടെർമിനേഷൻ ആകാം, അല്ലെങ്കിൽ വർക്ക് അസ്യൂം ചെയ്ത് കൊടുക്കുന്നതാവാം, ഷിഫ്റ്റ് ചേഞ്ചിങ് ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് ആണ്. ഓക്കെ, അടുത്തത് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. എന്താണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ? നമുക്കൊന്ന് നോക്കാം. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറിയന്റേഷൻ? നമുക്ക് കുറെ ക്ലാസ്സിൽ ഓറിയന്റേഷൻ പറഞ്ഞതാണ് അല്ലെ. എന്താണ് ഓറിയന്റേഷൻ? മീനിങ് എന്താന്ന് കമന്റ് ചെയ്തേ. ഓറിയന്റേഷന്റെ മീനിങ് എന്താ? ഓറിയന്റേഷൻ എന്താണ്?
ഇൻഫോർമേഷൻ കൊടുക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു അവബോധം കൊടുക്കുന്നു. എന്തിനെ കുറിച്ചിട്ടാണ്? ഹെൽപ്പിംഗ് എംപ്ലോയീസ് അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾസ്. അവരുടെ റോളിനെ കുറിച്ചിട്ട് എന്താ പറയാ, ഒരു റോളിനെ കുറിച്ച് ഇവരുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണെന്ത് ഈ ഒരു ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ വരുന്ന ജീവനക്കാർക്കുള്ള റോൾ എന്താണ്, അവരുടെ ജോലിയുടെ റോൾ എന്താണെന്ന് അതിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഓറിയന്റേഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാല് ഇൻട്രൊഡ്യൂസിങ് ദ കമ്പനി കൾച്ചർ. കമ്പനിയുടെ കൾച്ചർ, അതായത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കൾച്ചർ ഇതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു കേട്ടോ. ദാറ്റ് ഈസ് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോ ഇൻട്രൊഡ്യൂസിങ് ദ കമ്പനീസ് കൾച്ചർ. ഓക്കെ, ട്രാൻസ്ഫേഴ്സ്. അടുത്തത് വരുന്നത് ട്രാൻസ്ഫേഴ്സ് ആണ്. ട്രാൻസ്ഫേഴ്സ് എന്തൊക്കെയാണ്? അതായത് പല ട്രാൻസ്ഫറുകളും ഉണ്ടാവുക അല്ലെ, അതായത് പ്രൊമോഷൻ കൊടുക്കും. ഇവിടെ പറയുന്നുണ്ട് തൊഴിലാളികളെ ചിലപ്പോൾ സ്ഥലം മാറ്റാം, അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ ജോലി ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫേഴ്സിലാണ് വരുന്നത്. പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻസ് എന്ന് പറഞ്ഞാല്, പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈ റാങ്കിലുള്ള ഒരു പൊസിഷൻ ആൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഡിമോഷൻ എന്ന് പറഞ്ഞാല് ആള് ലോ റാങ്കിലേക്ക് ആവുന്നു. ചിലപ്പോ എന്തെങ്കിലും ശിക്ഷ കൊടുത്തിട്ടാവാം, പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഒരു നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാള് ചിലപ്പോൾ താഴേക്കിടയിലുള്ള ജോലി ചിലപ്പോൾ ചെയ്യേണ്ടി വരാം. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെന്ത് പറയാം, ഡിമോഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സ്റ്റാഫിംഗ് പ്രോസസ്സിൽ ഇത്രയും പോയിന്റ് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് റിലേറ്റഡ് വിത്ത് constant evaluation of the employees' work so that when necessary promotion, pay raises, transfers, training etc. may be given. അതായത് ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മള് ചില നിരന്തരം ഇവാലുവേറ്റ് ചെയ്യും. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മൾ നിരന്തരം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, അവർക്ക് പ്രമോഷൻ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ അവരുടെ ശമ്പളം കൂട്ടി കൊടുക്കാറുണ്ട്. അതിനാണ് പേ റൈസസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കാറുണ്ട് ചില സ്റ്റാഫിന്, അതുപോലെ തന്നെ ചില ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്നത് നിരന്തരമായിട്ടുള്ള ഇവാലുവേഷന്റെ റിസൾട്ട് ആയിട്ടാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, then അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. Blend of many sub-processes which intend to correct the quality of work of the individual. അതായത് വ്യക്തിയുടെ ജോലി, അതായത് ഒരു എംപ്ലോയീസിന്റെ ജോലിയുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, അവരെ എന്താ പറയാ പലതരത്തിലുള്ള ഒരു കാര്യങ്ങൾ, അതായത് കുറെ അധികം കാര്യങ്ങൾ ചേർത്തിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അതായത് ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ നമ്മൾ കൊടുക്കും ഇല്ലേ. അതായത് ആളുകളുടെ ഇപ്പോ ഒരു ജോലി സ്ഥലത്ത് ഒരു വ്യക്തി, ഒരു ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി നേരമാണ് ജോലി ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും, അയാൾക്ക് ടാലന്റ് ഉണ്ടാവാം, പക്ഷെ അയാൾക്ക് ജോലി ചെയ്യാൻ എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടോ ഉള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് പലതരത്തിലുള്ള കാര്യങ്ങൾ വഴി അദ്ദേഹത്തിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാം, ജോലി ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാം, അതുപോലെ തന്നെ എൻജോയ് ചെയ്യിപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതിനെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആളുകളെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ജോലി ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ജോലിയുടെ ഗുണനിലവാരം കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, then compensation and reward process. Determine the mechanism and form for giving financial and non-financial rewards. അതായത് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സിൽ വരുന്നത് എന്താണ്, നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടാറുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടും അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യലും ആയിട്ടുള്ള റിവാർഡുകൾ നമുക്ക് കിട്ടും. അതായത് ജോലിയിൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്ത് കിട്ടാറുണ്ട്, നമുക്ക് റിവാർഡുകൾ കിട്ടും അല്ലെ. പല അംഗീകാരങ്ങൾ നമ്മളെ തേടി വരുന്നതാണ്. അത് പണമായിട്ടോ അല്ലെങ്കിൽ പണമല്ലാതെയും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് പല അംഗീകാരങ്ങളും കിട്ടാറുണ്ട്. അല്ലെങ്കിൽ പണമായിട്ടാകാം, ക്യാഷ് ആയിട്ടാകാം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അവാർഡുകളായിട്ടോ സർട്ടിഫിക്കറ്റുകളായിട്ടോ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടാം. ഓക്കെ, അടുത്തത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് ദാറ്റ് ഡിസൈഡ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ എംപ്ലോയർ റിഗാർഡിംഗ് വേജസ്,
ബെനിഫിറ്റ്സ്, അവേഴ്സ് ആൻഡ് വർക്കിംഗ് അവർ, കണ്ടീഷൻ എക്സെട്ര. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ബാർഗെയിൻ ചെയ്യാറുണ്ട്. അതാണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിൽ വരുന്നത് കേട്ടോ. അതായത് എംപ്ലോയീസും യൂണിയനും തമ്മിൽ എന്തുണ്ടാവാറുണ്ട്? റിലേഷൻ, അതായത് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ തർക്കങ്ങളും വേണ്ടി വന്നാൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ അവർ ബാർഗെയിൻ ചെയ്യാറുണ്ട് എംപ്ലോയീസ്. എന്തൊക്കെ കാര്യങ്ങളാണ് ബാർഗെയിൻ ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയേ, വേജസ്, അതായത് ശമ്പളം കൂട്ടി കിട്ടാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ബാർഗെയിൻ ചെയ്യാറുണ്ട്. ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട്, അതായത് അവർക്കും അവരുടെ കുടുംബത്തിനും നല്ല രീതിയിലുള്ള, ഇപ്പൊ ഏതൊരു എംപ്ലോയീസ് ആണെങ്കിലും അവരുടെ വർക്ക്, അതായത് അവരുടെ ഫാമിലിക്കും കൂടിയുള്ള പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാ സ്ഥാപനങ്ങളും എടുക്കുക, ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ബാർഗെയിൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജോലിയുടെ സമയവുമായി ബന്ധപ്പെട്ട്, അതായത് സമയം കുറക്കണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ബാർഗെയിൻ ചെയ്യാറുണ്ട്. പിന്നെ വർക്കിംഗ് കണ്ടീഷൻ, അതായത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഒരുക്കി തരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയീസ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്തത് പേഴ്സണൽ പോളിസി എന്ന് നോക്കാം. എ പേഴ്സണൽ പോളിസി ഇസ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ that establishes a guide to work toward acceptable outcomes and objectives. Personal policies are the rules that control how to deal with a human resources or personal related situation. അതായത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങളിലേക്കും റിസൾട്ടിലേക്കും എത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനമാണ് പേഴ്സണൽ പോളിസി. ഓക്കെ, അതായത് ഒരു ഓർഗനൈസേഷന് അതിന്റെ ഒരു എയിം ഉണ്ടാവും അല്ലെ, അതിന്റെ ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യത്തിലേക്കും നല്ല രീതിയിലുള്ള വിജയത്തിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. മനുഷ്യ വിഭവശേഷി അഥവാ ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് പേഴ്സണൽ പോളിസിയിലുള്ളത്. അപ്പൊ എന്താണ് പേഴ്സണൽ പോളിസിയിലുള്ളത്? മനുഷ്യനെ എങ്ങനെ കറക്റ്റ് ആയിട്ട് വിനിയോഗം ചെയ്യണം, അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ നിയന്ത്രിക്കുന്ന ചില ലോസ് ആണ് എന്തിലുള്ളത്? പേഴ്സണൽ പോളിസിയിലുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്കും അതുപോലെ തന്നെ റിസൾട്ടിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ പോളിസിയിലെ കണ്ടന്റ് എന്താണ്? മനുഷ്യനെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങളാണ് പേഴ്സണൽ പോളിസിയിലുള്ളത്. ക്ലിയർ ആണോ? പേഴ്സണൽ പോളിസി മനസ്സിലായോ? ഒന്നും കൂടി പറയണോ ഇനി? ഓക്കെ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. The following advantages are achieved by setting up personal policies. അതായത് പേഴ്സണൽ പോളിസി കൊണ്ട് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ അത് മൂലം ചില അഡ്വാൻറ്റേജസ് ഇത് നടത്തുന്ന ആളുകൾക്കുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. They help managers at different levels of decision making to take decision without കൺസൾട്ടിങ് ദെയർ സുപ്പീരിയേഴ്സ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തില് ഇത് നടപ്പാക്കുന്ന വ്യക്തികൾക്ക് മേലുദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കാതെ തീരുമാനം എടുക്കാൻ സാധിക്കുന്നു. അപ്പോ ഈ ഒരു പേഴ്സണൽ പോളിസി ഒരു ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? ഡിസിഷൻ, അതായത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും കണ്ടീഷൻ വരുമ്പോൾ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്പീരിയറെ ആശ്രയിക്കേണ്ട കാര്യമില്ല പേഴ്സണൽ മാനേജർമാർക്ക്. കേട്ടോ, പേഴ്സണൽ മാനേജർമാർക്ക് എന്ത് അധികാരമുണ്ട്? പേഴ്സണൽ പോളിസിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ.
മനുഷ്യ വിഭവശേഷി എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള നിയന്ത്രണങ്ങളാണ് പേഴ്സണൽ പോളിസിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം മാനേജർമാർക്കും, അതായത് ഈ പേഴ്സണൽ പോളിസി അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം മാനേജർമാർക്കും സുപ്പീരിയറോട് ചോദിക്കാതെ എന്ത് ചെയ്യാം, തീരുമാനമെടുക്കാം. അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തേത്, they ensure long-term welfare of employees and makes for good employer-employee relationship as favoritism and discrimination rate are lessened. അതായത് ഇതുമൂലം എംപ്ലോയീസിന്റെ വെൽഫെയർ എൻഷുർ ചെയ്യുകയും ഡിസ്ക്രിമിനേഷൻ കുറയുന്നത് മൂലം തൊഴിലുടമ അല്ലെങ്കിൽ എംപ്ലോയർ ആ ഒരു ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. അതായത് നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം അവിടെ ഉണ്ടാവുന്നു എന്നാ പറയുന്നത്. കാരണം എംപ്ലോയീസിന് ഈ ഒരു പേഴ്സണൽ പോളിസി കൊണ്ട് എംപ്ലോയീസിന് കൂടുതൽ വെൽഫെയർ, അതായത് അവർക്ക് കൂടുതൽ ക്ഷേമം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, ജോലി സ്ഥലത്തെ ഡിസ്ക്രിമിനേഷൻ കുറയുകയും തൊഴിലുടമയും ജീവനക്കാരും തമ്മിൽ നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു പേഴ്സണൽ പോളിസി മൂലം കഴിയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് ആളുകൾക്ക് സുരക്ഷ നൽകുന്നു. എന്ത്, പേഴ്സണൽ പോളിസി ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത് ആളുകൾക്ക് കൂടുതൽ സുരക്ഷ നൽകുന്നുണ്ട്. രണ്ടാമത്തത്, പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്. ഫെയർ എന്നാണ് കേട്ടോ, FAU എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫെയർ ആണ് കേട്ടോ വരിക. ഫെയർ വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ന്യായമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള പേയ്മെന്റ്, വേജസ് ആളുകൾക്ക് കൊടുക്കുക. ദെൻ സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞാല് ഗുഡ് ആയിട്ടുള്ള, അതായത് ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയൺമെന്റ് പ്രദാനം ചെയ്യുക. അതിനെയാണ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രെയിനിങ് ഓഫ് എവ്രി വൺ, എല്ലാ ആളുകൾക്കും ട്രെയിനിങ് കൊടുക്കുന്നു. അവരുടെ ജോലിയുടെ അനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്കും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതുപോലെ തന്നെ മനുഷ്യ വിഭവശേഷി മാക്സിമം യൂസ് ചെയ്യുന്നു, മനുഷ്യനെ മാക്സിമം ഉപയോഗിക്കുന്നു. ദെൻ റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, അതായത് മനുഷ്യന് റെസ്പെക്ട് കൊടുക്കുന്നു, അവരുടെ ഡിഗ്നിറ്റിയെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാനിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഉണ്ടാകുന്നതാണ് ഒരു പേഴ്സണൽ പോളിസി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ ലക്ഷ്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ. സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ, training of everyone, optimum use of human resources, and respecting human dignity. ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് നോക്കാം. നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾസ് പറയുന്നത് നോക്കാം. പ്രിൻസിപ്പിൾസിൽ ഫസ്റ്റ് വൺ വരുന്നത്, ട്രെയിൻ എവരി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. എല്ലാവരെയും ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതായത് ജീവനക്കാരെ എന്ത് ചെയ്യിപ്പിക്കണം, അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം. അത് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. രണ്ടാമത്തത്, പുട്ട് ദ റൈറ്റ് മാൻ ഇൻ ദ റൈറ്റ് പ്ലേസ്, അതായത് ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്ത് നിയമിക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക്, അതായത് ആളുകൾക്ക് ശരിയായിട്ടുള്ള, അതായത് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുക, വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക, അതായത് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. Then make the organization a coordinate through proper coordinate and administration of various departments and division. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകീകരണത്തിലൂടെ ഓർഗനൈസേഷൻ ഒരു മികച്ച ടീമാക്കി നിലനിർത്തുക. അതായത് പല ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്ത് ചെയ്യണം, മികച്ച രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ ഒരു ഓർഗനൈസേഷനെ ഒരു മികച്ച ടീം വർക്ക് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതും ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ്. Then provide security with the opportunity, incentive, recognition. അതുപോലെ തന്നെ സുരക്ഷയോടൊപ്പം ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവസരം നൽകുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള റെക്കഗ്നീഷൻ, അംഗീകാരം കൊടുക്കുക. The last one, look ahead, plan ahead for more and better things. മുന്നോട്ട് പോകുക, മികച്ച കാര്യങ്ങൾക്കായിട്ട് ആസൂത്രണം ചെയ്യുക. കേട്ടോ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഇതിന്റെ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ഒന്ന് പറഞ്ഞുതരോ? ഏതാണ്? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. ആ, പറഞ്ഞുതരാം. Performance appraisal process related with the constant evaluation of the employee's work so that when necessary promotion, pay raises, transfers, training, etc. may be given. അതായത് ഇന്നത്തെ പറയുന്നത് ജോലിക്കാരുടെ നിരന്തരമായിട്ടുള്ള ഇവാലുവേഷനിലൂടെ, അതായത് എപ്പോഴും ജീവനക്കാർ എന്ത് ചെയ്യാണ്? ജീവനക്കാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവര്. അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അവരുടെ ആ ഒരു വർക്കിന്റെ അനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട്, ചില ട്രാൻസ്ഫറുകൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ, പ്രൊമോഷനോട് കൂടിയ ട്രാൻസ്ഫർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ജോലിക്കാരുടെ നല്ലൊരു ജോലിക്ക് വേണ്ടി ട്രെയിനിങ്ങുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ചോദിച്ച ആള് ക്ലിയർ ആയോ? ഓക്കെ. വേറെ ഏതാണ്? ഒബ്ജക്റ്റീവ്സ് ഒന്നും കൂടി പറയും. ആ, ഒബ്ജക്റ്റീവ്സ് പറയാം. ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് എംപ്ലോയ്മെന്റിന്റെ സുരക്ഷ പ്രധാന, അതായത് പേഴ്സണൽ പോളിസിയുടെ ലക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് എംപ്ലോയ്മെന്റിന്റെ സുരക്ഷയായിരുന്നു. മ്യൂട്ട് ചെയ്യട്ടോ, മ്യൂട്ട് ചെയ്യുക. എംപ്ലോയീസിന്, അതായത് സെക്യൂരിറ്റി, അതായത് ആ ജോലിക്കും അതുപോലെ തന്നെ ജോലിക്കാർക്കും വേണ്ടിയിട്ടുള്ള സുരക്ഷ, അതുപോലെ തന്നെ ഫെയർ വേജ്, ന്യായമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നു അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാല് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, അതായത് നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുന്നു, വർക്കിംഗ് എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ട്രെയിനിങ് ഓഫ് എവരിവൺ എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിക്കാർക്കും ട്രെയിനിങ്, പരിശീലനം കൊടുക്കുന്നു. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാല് മനുഷ്യ വിഭവശേഷി കാര്യമായിട്ട് അല്ലെങ്കിൽ മാക്സിമം ലെവലില് ഉപയോഗിക്കുന്നു. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ തൊയ്ബ? ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സ് പറഞ്ഞാൽ മനുഷ്യ വിഭവശേഷിയെ മാക്സിമം യൂസ് ചെയ്യുക. ഇപ്പൊ തൊയ്യബ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഒരു ജോലിക്കായിട്ട് ചെന്ന് കഴിഞ്ഞാല് തൊയ്യബയുടെ മാക്സിമം അവർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ലേ? ജോലി തൊയ്യബയുടെ ടാലന്റ്, സ്കില്ല്, എഫേർട്ട് എന്ത് ചെയ്യും? ഒരു മാക്സിമം യൂസ് ചെയ്യും. അതിനെയാണ് ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. വെറുതെ ഇരിക്കാൻ സമ്മതിക്കും അവര്? നമ്മളൊരു ജോലി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ചെല്ലാം, വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നമ്മളിപ്പോ ഒരു മാക്സിമം ജോലി എടുപ്പിക്കില്ലേ? അതിനെയാണ് ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂട്ടൊന്ന് നോക്കിയിട്ട്. ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കാട്ടോ എന്നിട്ടാ. ഇല്ല, ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആയി.
എല്ലാവർക്കും ക്ലിയർ ആയി? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നാ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.